ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ നാളെ ഒരു ട്രിപ്പിന് പോവാണ് കേട്ടോ. നാളെ മുതൽ ഒരു 12 days ട്രിപ്പാണ് കേട്ടോ. അത് എങ്ങോട്ടാണെന്നൊക്കെ ഞാൻ വഴിയെ പറയുന്നതായിരിക്കും. ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. പക്ഷേ ഇപ്പം ഞാൻ പറയുന്നില്ല. പക്ഷേ ഇന്ന് അതിൻ്റെ പ്രിപ്പറേഷൻ ഡേ ആണ്. ശരിക്കും പറഞ്ഞാൽ പ്രിപ്പറേഷൻ ഡേ എന്ന് പറയുമ്പം ജസ്റ്റ് പാക്കിംഗ് ഒക്കെ ആണല്ലോ ഉദ്ദേശിക്കുന്നത്. പക്ഷേ എനിക്കത് മാത്രം പോരാ കേട്ടോ. എനിക്ക് ഈ വീടൊക്കെ വൃത്തിയാക്കി വരുമ്പോഴത്തേനും വീടൊക്കെ നല്ല വൃത്തിക്ക് കിടക്കണം, ആ ഒരു നിർബന്ധം എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എവിടെ പോയാലും ഇങ്ങനത്തെ വെക്കേഷനിലൊക്കെ പോവുകയാണെങ്കിൽ ഞാൻ വീട് വൃത്തിയാക്കിയിട്ടേ ഇറങ്ങും. അതെൻ്റെ ഒരു മനസ്സുഖം. അത് ചെയ്തില്ലെങ്കിൽ എനിക്ക് ഭയങ്കര എന്തോ പോലെ തോന്നുവേ. കാരണം നമ്മൾ തിരിച്ചു വരുമല്ലോ, വെക്കേഷനൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമല്ലോ. അപ്പോൾ നമ്മുടെ മനസ്സിൽ എന്തായാലും ഒരു വിഷമം കാണും, അല്ലോ വെക്കേഷൻ തീർന്നല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇനി വീട്ടിൽ വന്നിട്ട് വൃത്തിയും കൂടെ ആക്കണമല്ലോ എന്നുള്ളൊരു ചിന്ത നമ്മുടെ വിഷമം ഡബിളാക്കും. അപ്പോൾ ഡബിൾ ആക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീടൊക്കെ വൃത്തിയാക്കി ഇടുന്നത് കേട്ടോ. അപ്പോൾ തുടങ്ങിയാലോ? വെൽക്കം ടു സിംപ്ലി ഗോപികാസ് യൂട്യൂബ് ചാനൽ. ഞാനിപ്പം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ വീട്ടിലെ ഏറ്റവും വൃത്തികെട്ട ഏരിയയിലാണ് കേട്ടോ. എനിക്ക് ഇഷ്ടമല്ല, വൃത്തിയാക്കാൻ ഇഷ്ടമല്ലാത്തൊരു ഏരിയ കൂടിയാണിത്. വേറൊന്നുമല്ല, വൃത്തിയാക്കി 1 minute കഴിയുമ്പോഴത്തേനും ഇവിടെ ഫുള്ള് പൊടിയാവും. അപ്പോൾ ആ മൂടങ്ങ് പോകും. പക്ഷെ ഇവിടെ വൃത്തിയാക്കിയില്ലെങ്കിൽ പോയി വരുമ്പോഴത്തേനും പൊടിയുടെ ഒരു കൂമ്പാരമായിരിക്കും കേട്ടോ. അതുകൊണ്ട് ഞാനങ്ങ് കാറ്റ് കാരണം ഭയങ്കര പാടും. ഞാനിവിടെ കൊണ്ടുവെക്കും, കാറ്റത് അങ്ങ് കൊണ്ടുപോകും. ഒരു സൈഡിലോട്ട് മാത്രം കാറ്റ് വീശുമായിരുന്നെങ്കിൽ കാറ്റിൻ്റെ ആ സെയിം ഡയറക്ഷനിൽ തൂത്തുമായിരുന്നു. പക്ഷേ ഇത് പല പല ഡയറക്ഷനിലോട്ടാണ് കേട്ടോ കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നത്. ക്ലീനിങ് ആണ് നടക്കട്ടെ. എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ അങ്ങനെ ഒരുപാട് കൺട്രീസ് ഒന്നും ഇല്ലാത്ത ഒരാളാണ്. എന്തിന് അബ്രോഡിൽ പോകുമെന്നുള്ളത് എൻ്റെ വൈൽഡസ്റ്റ് ഡ്രീമിൽ പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നെങ്കിലും ഒരിക്കൽ പോകണമെന്ന് വിചാരിച്ചിരുന്നത് ഞാൻ ഈ പോകാൻ പോകുന്ന കൺട്രിയിലാണ്. കുഞ്ഞുനാൾ മുതലേ എനിക്ക് ഈ കൺട്രിയിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴെങ്ങാനും പോകുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നതല്ല. പക്ഷെ എന്തോ ഒരു സെയിൽ വന്നപ്പം എൻ്റെ ഹസ്ബൻഡ് പെട്ടെന്ന് പറഞ്ഞു, നമുക്ക് ഇങ്ങോട്ട് പോയാലോ. അതും ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് കഴിഞ്ഞ വർഷമായിരുന്നു കേട്ടോ. സോ ഫോർ 1 year ഞാൻ ലുക്ക് ഫോർവേഡ് ചെയ്തിരുന്ന ഒരു ട്രിപ്പ് കൂടിയാണ് കേട്ടോ ഇത്. ഈ ഒരു രാജ്യത്തിനെ പറ്റി ഒരുപാടൊന്നും എനിക്ക് അറിയത്തില്ലെങ്കിലും എന്താ അറിയാത്തൊരു കണക്ഷൻ എനിക്ക് രാജ്യത്തിനോട് തോന്നിയിട്ടുണ്ട് കേട്ടോ. മേ ബി എൻ്റെ ഫേവറേറ്റ് ചൈൽഡ്ഹുഡ് കാർട്ടൂൺ ക്യാരക്ടേഴ്സൊക്കെ അവിടെ നിന്നായിരുന്നതുകൊണ്ടായിരിക്കും ഇപ്പം നിങ്ങൾക്ക് ഏകദേശം കത്തിയിട്ടുണ്ടാവും ഞാൻ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നുള്ളത്. ഇനി കുറച്ച് സമയം കൊണ്ട് ഞാൻ ആ കൺട്രിയിൽ കാല് കുത്താൻ പോവുകയാണെന്ന് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. ഇതിനിടയിൽ എൻ്റെ ക്ലീനിങ് ഒക്കെ ഓൾമോസ്റ്റ് കഴിയാറായി. വാക്യൂമിങ്ങും എല്ലാ സ്ഥലത്തും ഞാൻ വാക്യൂം ചെയ്തു. പിന്നെ കിച്ചൺ ഒന്ന് തുടച്ചൊക്കെ ഇട്ടു. ഇത്രയൊക്കെ ചെയ്തിട്ട് പോയാലും പൊടി കയറും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ എന്നാലും കുറച്ച് വൃത്തിയായിട്ട് കിടക്കുമല്ലോ തിരിച്ചു വരുമ്പോഴത്തേനും. 2 മണിയായി. ലഞ്ച് കഴിക്കാൻ പോവാണ് കേട്ടോ. ലഞ്ചിന് എന്താണ് ഞാൻ കാണിച്ചു തരട്ടെ. കുറച്ച് കഞ്ഞി എടുക്കട്ടെ. കഞ്ഞിയും പയറുമാണ് കേട്ടോ. എനർജിയും കിട്ടും, വിശപ്പും മാറും, പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. അതുകൊണ്ട് കഞ്ഞിയും പിന്നെ എയർ ഫ്രൈ ചെയ്ത കുറച്ച് ചിക്കനുമാണ് കേട്ടോ. അടുത്തിടയ്ക്കാണ് കേട്ടോ ഈ എയർ ഫ്രയർ വാങ്ങുന്നത്. ഇത്രയും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനം വേറെ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എൻ്റെ ഒരുപാട് സമയം സേവ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. പക്ഷെ ഒരു പ്രശ്നമേ ഉള്ളൂ, ഇത് ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് ഞങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണോ എന്ന് അറിയത്തില്ല എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടതെന്നുള്ളത്. ആരെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതല്ലാണ്ട് വേറെ എളുപ്പത്തിൽ ഇത് ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യാം. അല്ലാതെ നമ്മൾ കൂടെ നിന്ന് തിരിച്ചിട്ട് പാൻ ഫ്രൈ ചെയ്തൊക്കെ എടുക്കുമ്പോഴത്തേനും ഒരുപാട് സമയം പിടിക്കും. ഇതാകുമ്പോൾ അതില്ല. അപ്പോൾ കഞ്ഞിയും ചിക്കനുമാണ് ഇന്നത്തെ ലഞ്ച്. ഞാൻ വേഗം പോയി കഴിക്കട്ടെ കേട്ടോ, നല്ല വിശപ്പ്. ഞാൻ ബോധം കെട്ട് വീഴും. അല്ലെങ്കിൽ കുളിക്കാതെ ലഞ്ച് കഴിക്കുന്നു എന്ന് പറയരുത്. അത്രയും വൃത്തിയാക്കിയിട്ട് കുളിക്കുന്നത് ശരിയാണ്, കുളിച്ചിട്ടേ കഴിക്കാവൂ. പക്ഷേ എനിക്ക് നന്നായിട്ട് വിശക്കുന്നു. ആൻഡ് ഞാൻ ഈ കൈകൾ നന്നായിട്ട് കഴുകി സോപ്പിട്ട് കഴുകിയിട്ടാണ് കേട്ടോ ഞാൻ കഴിക്കാൻ പോകുന്നത്.
കുളിച്ചൂടെ വരുമ്പോഴത്തേനും എൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവും. അതുകൊണ്ട് ഞാൻ കഴിച്ചിട്ട് കുളിക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ആരും എന്നെ ജഡ്ജ് ചെയ്യരുത് പ്ലീസ്. സമയം 4 മണിയായി. ലഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. ഞാനൊന്ന് അടിച്ച് നനച്ച് കുളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. ക്ലീനിങ് ഒക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത പാക്കിംഗ് പരിപാടിയിലേക്ക് കിടക്കണം. ഞാൻ വേഗം പോയി കുളിക്കട്ടെ. കുളിച്ച് ഫ്രഷൊക്കെ ആയി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ പോകുന്ന സ്ഥലങ്ങളെ കുറിച്ചൊരു സ്റ്റഡി നടത്താൻ പോവാണ്. പണ്ടൊന്നും ഈ സ്വഭാവം ഇല്ലായിരുന്നു കേട്ടോ. പക്ഷെ ഞാനിപ്പം വീഡിയോ എടുക്കുന്നുണ്ടല്ലോ, അപ്പം അതുകൊണ്ട് ഞാൻ ഇപ്പം എവിടെ പോയാലും അതിനെപ്പറ്റി ഒന്ന് ഒരു വേഗമായിട്ടൊരു ഐഡിയ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. പണ്ട് ഇതൊന്നും ചെയ്യാറില്ലായിരുന്നു. ചേട്ടൻ കൊണ്ടുവന്നു, ഞാൻ അവിടെ ഇങ്ങനെ പോന്നു, അത്രേ ഉള്ളായിരുന്നു കേട്ടോ. ചേട്ടനാണ് ഐറ്റിനറി കംപ്ലീറ്റും പ്രിപ്പയർ ചെയ്ത് അതിൻ്റെ ഒരു PDF എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഇനി വേണം എനിക്ക് നോക്കാൻ. ഒരു ഐഡിയ ഉണ്ട് എവിടേക്കാണ് പോകുന്നതെന്ന്, ഒരു ഐഡിയ ഉണ്ട്. പക്ഷെ എന്നാലും ഏതൊക്കെ ദിവസം എവിടെയൊക്കെ പോകുന്നു എന്നുള്ളത് ഇപ്പോഴാണ് ഞാൻ നോക്കാൻ പോകുന്നത്. പാക്കിംഗ് ഞാൻ ഇതുവരെ ചെയ്തു തുടങ്ങിയില്ല. കാരണം ഈ ഐറ്റിനറി നോക്കിയിട്ട് വേണം ഏതൊക്കെ സ്ഥലത്ത് ഏതൊക്കെ ഡ്രസ്സ് കംഫർട്ടബിളായിട്ട് എടുത്തു വെക്കാം എന്നുള്ളത്. അപ്പം അതുകൂടെ നോക്കിയിട്ടായിരിക്കും ഞാൻ പാക്ക് ചെയ്യുന്നത് കേട്ടോ. ChatGPTയും ജെമിനിയൊക്കെ ഉണ്ടായതുകൊണ്ട് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മാത്രം മതി, നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ കിട്ടും. ഏത് സ്ഥലത്ത് പോയാലും കുഴപ്പമില്ല, എനിക്ക് ആ രാജ്യത്ത് എങ്ങനെയെങ്കിലും എത്തിയാൽ മതിയെന്നായിരുന്നു കേട്ടോ. പിന്നെ സ്ഥലങ്ങളെ പറ്റി പഠിക്കാനായിരുന്നു ഇരുന്നത്, പക്ഷെ അത് മാത്രം നടന്നില്ല. ഡ്രസ്സ് എന്തൊക്കെ എടുത്തു വെക്കണമെന്ന് മാത്രം ഞാൻ നോക്കി. അങ്ങനെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. സമയം 9 മണി കഴിഞ്ഞു. ഞാൻ അതിൻ്റെ ഇടയിൽ ഡിന്നറൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ പാക്കിങ്ങിൻ്റെ വീഡിയോ എനിക്ക് എടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ എന്ത് ചെയ്യാനാ, ആകെ മൊത്തവും ഒരു കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ. ഞാൻ എന്തൊക്കെ എടുക്കുമെന്ന് വിചാരിച്ച് എൻ്റെ ബാക്കിലിരിക്കുന്ന പെട്ടിയിലൊന്നും ഞാൻ കൊണ്ടുപോകുന്നില്ല. അതിൽ കുറച്ച് തുണി ഉണ്ടായിരുന്നു, അത് എടുത്തു വെക്കാനായിരുന്നു കേട്ടോ. ഈ ഒരു പെട്ടി മാത്രമേ ഞാൻ കൊണ്ടുപോകുന്നുള്ളൂ. ഇതിൽ ഞങ്ങളുടെ 2 പേരുടെയും ഡ്രസ്സസ് ഉണ്ട് കേട്ടോ. ഇതിലിപ്പോൾ മെയിനായിട്ട് ഞാൻ എടുത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോണ്ട്രി ബാഗ്സാണ്. അപ്പം കുറേ നല്ല രീതിക്ക് മുഷിഞ്ഞ തുണികളുണ്ടെങ്കിൽ ഇതിനകത്തിട്ടിട്ട് വരാൻ പറ്റുമല്ലോ. അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. പിന്നെ ഫോർക്കുകൾ കേട്ടോ, കാരണം ഫോർക്കിൻ്റെ ആവശ്യം വരും. അങ്ങനത്തെ ഒരു കൺട്രിയിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അത്യാവശ്യം പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഡ്രസ്സസൊക്കെ ഒരുപാടൊന്നും എടുത്തു വെക്കാൻ പറ്റിയില്ല, കാരണം ഈ ഒരു പെട്ടി മാത്രമല്ലേ കൊണ്ടുപോകുന്നുള്ളൂ. പിന്നെ 20 കിലോ മാത്രമേ ഉള്ളൂ കേട്ടോ ഞങ്ങൾക്ക് 2 പേർക്കും കൂടി. 2 പേരുടെയും തുണിയും കൂടെ ആയപ്പം അത്രയൊക്കെ എടുത്തു വെക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോകണ്ട എന്ന് വിചാരിച്ചു. കാരണം ഓരോ സ്ഥലത്തു നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോൾ വലിയ പെട്ടിയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പം അതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. സമയം 9:30 ആയല്ലോ. അപ്പം ഇനി കിടന്നുറങ്ങണം കേട്ടോ. രാവിലെ എഴുന്നേൽക്കണം. രാവിലെ ഒരു 11 മണിക്കാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ്. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, please do like, share and subscribe to my channel. See you in my next vlog. Till then, ta-ta!